നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ധീവരസഭയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് ധീവരസഭ ജനറൽ സെക്രട്ടറി വി ദിനകരൻ. അവഗണിച്ചാൽ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും ധീവരസഭ. മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമായി സർക്കാരിന്റെ സഹായഹസ്തം. മണ്ണെണ്ണ വിതരണ പദ്ധതി ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ ബാബു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ATM കവർച്ചകൾക്ക് ചുരുളഴിയുന്നു. കാസർഗോഡ് ഒരാൾ അറസ്റ്റിൽ. തൊഴിൽ ഉടമകളിൽ നിന്നും വിഹിതം പിരിച്ചെടുക്കാൻ നടപടി വേണം. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം വിരമ്പി. ആവേശത്തിമിർപ്പിൽ വനിതകളുടെ കായിക മത്സരങ്ങൾ. കുടുംബശ്രീ മിഷന്റെ 17ാം വാർഷികാഘോഷത്തിന് ഉജ്ജ്വല തുടക്കം. ട്രിപ്പ് മുടക്കം. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ വിജിലൻസ് റെയ്ഡ്. ഇക്ബാൽ ഹയർ സെക്കൻഡറിയിൽ ഓർമ്മ 2016 ഒരുക്കങ്ങൾ തുടങ്ങി. ലോഗോ പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ധീവര സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്ന് ധീവരസഭ ജനറൽ സെക്രട്ടറി വി ദിനകരൻ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ധീവരസഭ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ധീവര സമുദായത്തിന് ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യം നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്ന് ധീവരസഭ ജനറൽ സെക്രട്ടറി മുൻ MLA വി ദിനകരൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് റെസ്റ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യമേഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇവ സമയബന്ധിതമായി നടപ്പിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്തു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. തീരുമാനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. എടുത്ത തീരുമാനങ്ങൾ അത് പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് സമയബന്ധിതമായ ഒരു നിലപാട് സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ അത് നടപ്പിലാക്കാൻ തയ്യാറാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രിയുമായും മറ്റു വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 1996 മുരാരി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ATM കവർച്ച. കാസർഗോഡ് ആലുവ സ്വദേശി പിടിയിൽ. ATM-കളിൽ മോഷണം നടത്തുന്ന ഹൈടെക് മോഷ്ടാവ് കാസർഗോഡ് പിടിയിൽ. ആലുവ സ്വദേശി CG വിനോദാണ് അറസ്റ്റിലായത്. ബാങ്കുകളിൽ ATM സർവീസ് നടത്തുന്ന എഞ്ചിനീയറാണ് അറസ്റ്റിലായിരിക്കുന്നത്. കാസർഗോഡ് ബദിയടുക്കയിലെ കാനറ ബാങ്ക് ATM-ൽ നിന്നും 1 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ മാനേജറുടെ പരാതിയിലാണ് അറസ്റ്റ് നടന്നത്. ATM മെഷീനുകളുടെ ഡിജിറ്റൽ പാസ്വേഡ് ഉപയോഗിച്ചാണ് മോഷണം നടത്തുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഹോസ്ദുർഗിൽ SBT ബാങ്കിൽ നിന്ന് 3 ലക്ഷം പൈസ എടുത്തിരുന്നു. അത് ഒരു അന്വേഷണാവസ്ഥയിലാണ്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലെ ഒരു കേസ് അന്വേഷണാവസ്ഥയിലുണ്ട്. ഇതല്ലാതെ ഉദയനൂരിൽ ഇത് പോലീസ്ക്ക് പരാതിയായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇൻഫോർമലായിട്ട് മനസ്സിലായത് കേരള ഗ്രാമീൺ ബാങ്കിൽ അവിടെ ഇന്റർണലായിട്ട് ഒരു എൻക്വയറി നടത്തുന്നുണ്ട്. പക്ഷെ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്നിട്ടാണ് മനസ്സിലായത്. കേരള ഗ്രാമീൺ ബാങ്കിൽ അവിടെ ഒരു 50,000 പൈസേൻ്റെ മിസ്സിംഗ് ഉണ്ട് എന്നിട്ട്. ഇതിനേക്കാൾ മുമ്പ് 2013 ഫെഡറൽ ബാങ്കിൽ കടവന്തര ഫെഡറൽ ബാങ്ക് 39,000 അത്ര എടുത്തതായി അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഇന്നും ഇങ്ങനെ കുറേ കേസസ് ഉണ്ടാവും. മൊത്തം സംസ്ഥാനത്തിൽ തന്നെ കുറേ കേസസ് ഉണ്ടാവും. അതെല്ലാ ആൾക്കാർക്കും മെസ്സേജ് കൊടുക്കാം. പ്രതിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ പേര് വിനോദ് ജെറോവിൻ. അദ്ദേഹം ആലുവക്കാരനാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഹോസ്ദുർഗിൽ ഒരു ബാച്ചുലറായിട്ട് താമസിക്കുന്നുണ്ട്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ATM കവർച്ചയിൽ പങ്കുള്ള കാര്യം ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ കവർച്ചകൾക്ക് തുമ്പുണ്ടാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. തൊഴിൽ ഉടമകളിൽ നിന്നും പിരിച്ചെടുക്കേണ്ട വിഹിതം ഉടൻ പിരിച്ചെടുക്കണമെന്ന് ആവശ്യം. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൊഴിലുടമകളിൽ നിന്നും ക്ഷേമനിധി വിഹിതം പിരിച്ചെടുക്കാൻ സർക്കാർ അമാന്തം കാട്ടുകയാണെന്ന് ആരോപിച്ചാണ് സമരം നടന്നത്. തൊഴിലുടമകളുടെ വിഹിതം പിരിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥർ താൽപര്യമെടുക്കുന്നില്ലെന്നും സമരക്കാർ ആരോപിച്ചു. ക്ഷേമനിധി ഓഫീസിലേക്ക് നടന്ന മാർച്ച് CITU നേതാവ് DV അമ്പാടി ഉദ്ഘാടനം ചെയ്തു. ബോർഡിൽ അടയ്ക്കേണ്ട സംഖ്യ യഥാസമയം അടക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ബോർഡിൽ നിലനിൽക്കുന്നത്.
നമ്മുടെ സംസ്ഥാനത്തുള്ള 14 ബോർഡിന്റെ അകത്തും 14 ജില്ലാ ബോർഡിന്റെ അകത്തും കോടിക്കണക്കിന് രൂപ തൊഴിലുടമകൾ അടക്കാൻ ബാക്കിയുണ്ട്. അത് അടപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു ഇടപെടലും ബോർഡിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്ന് മാത്രമല്ല, അതിന് ചില നിയമപരമായിട്ടുള്ള വ്യവസ്ഥകളുമുണ്ട്. അഡ്വാൻസ് സംഖ്യയായി ആദ്യം അടക്കണം തൊഴിലുടമകൾ. പിന്നീട് തൊഴിലെടുത്ത തൊഴിലാളിയുടെ വിഹിതം എന്ന നിലയിൽ അതാത് അവസരം ബാങ്കിൽ അടക്കാനുള്ള സാധ്യത തൊഴിലുടമകൾക്കുണ്ട്. കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു. അനിൽ ഗാർഡൻ വളപ്പിൽ സംസാരിച്ചു. സ്വകാര്യ ബസ് സർവീസുകൾക്കെതിരെ പരാതി. കാഞ്ഞങ്ങാട്ട് ബസ് സ്റ്റാൻഡിൽ വിജിലൻസ് റെയ്ഡ്. സമയക്രമം പാലിക്കാതെയുള്ള ഓട്ടവും ട്രിപ്പ് റദ്ദ് ചെയ്യുന്നതും സംബന്ധിച്ച പരാതിയെ തുടർന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ സ്വകാര്യ ബസ്സുകളിൽ റെയ്ഡ് നടത്തി. ശനിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലാണ് വിജിലൻസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത്. സ്വകാര്യ ബസ്സുകൾ യാത്രാ ബോർഡ് വെച്ച് കല്യാണ പാർട്ടിയെയും കൊണ്ട് പോകുന്നതായും പരാതി ഉയർന്നിരുന്നു. വിജിലൻസ് പെർഫോമൻസ് ഓഫീസർ നാഗരാജൻ, KSRTC ടിക്കറ്റ് ചെക്കിംഗ് ഇൻസ്പെക്ടർ ബൈജു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത്. പെർമിറ്റ് പുതുക്കാത്ത സ്വകാര്യ ബസ്സുകൾ ഓടുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ 17ാം വാർഷികാഘോഷം കലാകായിക പരിപാടികൾക്ക് പെരിയയിൽ തുടക്കമായി. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ കുടുംബശ്രീ CDSകളുടെ നേതൃത്വത്തിലുള്ള മത്സരാർത്ഥികളാണ് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകരുടെ മത്സരങ്ങൾ ആവേശകരമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. കായിക മത്സരങ്ങളും കബഡി, വടംവലി തുടങ്ങിയ മത്സരങ്ങളും നടന്നു. മത്സരങ്ങൾ ഞായറാഴ്ച സമാപിക്കും. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1990 മുതൽ 2000 വരെയുള്ള കാലയളവിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുന്നു. ഓർമ്മയുടെ ലോഗോ പ്രകാശനം ചെയ്തു. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1990 മുതൽ 2000 വരെയുള്ള കാലയളവിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമിക്കുന്നത്. ഓർമ്മ 2016 എന്ന് പേരിട്ട പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ മുഹമ്മദ് അസ്ലം ലോഗോ പ്രകാശനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ഓർമ്മ 2016 ഈ കൂട്ടായ്മയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇതേ കാലങ്ങളിൽ 1990 മുതൽ 2000 വരെ അതിന് മുമ്പ് ഇവിടെ പഠിച്ച പല വിദ്യാർത്ഥികളും കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ വരുന്ന സമയത്ത് മിക്കവാറും ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ ലഭിച്ച ആ ശിക്ഷണം കൊണ്ട്, ഇവിടെ ലഭിച്ച വിദ്യാഭ്യാസം കൊണ്ട് ഗവൺമെൻറ് കോളേജ് പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ട പല വ്യക്തികളും. പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ മുഖ്യ അതിഥിയായി. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ നടത്തിപ്പിനായി ഹനീഫ് പാലായി ചെയർമാനും ഹസൻ ബല്ല കൺവീനറായും സാലി അമ്പലത്തറയെ ഖജാൻജിയായും സംഘാടക സമിതി രൂപവൽക്കരിച്ചു. ഓണാഘോഷ തിമിർപ്പിൽ നാടും നഗരവും. വെള്ളിക്കോത്ത് പടിക്കാൽ ക്ഷേത്ര പരിസരത്ത് ഓണാഘോഷ പരിപാടികൾ നടന്നു. വെള്ളിക്കോത്ത് യങ്മെൻസ് ക്ലബിന്റെയും AM കരുണാകരൻ നായർ, P പത്മിനിയമ്മ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പൂക്കള മത്സരവും നടന്നു. അംഗൻവാടി കുട്ടികൾക്ക് പുതുവസ്ത്രങ്ങൾ കൈമാറി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. മഞ്ചേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണം ആഘോഷിച്ചു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. 3 ദിവസം നീണ്ടുനിൽക്കുന്ന വെക്കേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. ഓണത്തോടനുബന്ധിച്ച് മഞ്ചേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും വെക്കേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഷറഫ് ജഹാൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PC അസ്താദ് അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം അഡീഷണൽ SI ഭാസ്കരൻ, അബ്ദുൾ റഹ്മാൻ UH, ഹെഡ്മാസ്റ്റർ V ദിനേശൻ, രാജ്കുമാർ മാസ്റ്റർ, KM അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന് കോൺസ്റ്റബിൾമാരായ ഇസ്മായിൽ, ശരാവതി, അധ്യാപകരായ ഉമേഷ്, അനിൽ എന്നിവർ നേതൃത്വം നൽകുന്നു. പെരിയ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ B അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാ കായിക പരിപാടികൾ അരങ്ങേറി.
കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും ആനുകൂല്യ വിതരണ മേളയും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് പരിപാടി നടന്നത്. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയെക്കുറിച്ച് തൊഴിലാളികൾക്ക് അവബോധമുണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ ശ്രീധരൻ പിള്ള ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമനിധി ബോർഡുകളിലൊന്നാണ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ പറയാൻ കാരണം കേരളത്തിലെ ഏതാണ്ട് 15 ലക്ഷത്തോളം തൊഴിലാളികൾ അവരുടെ കുടുംബാംഗങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുമ്പോൾ ആ രൂപീകരിച്ച തൊഴിലാളി സംഘടനാ പ്രതിനിധികളും തൊഴിലാളികൾക്കും അതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന് ഉണ്ടായിരുന്ന പ്രതീക്ഷ ഈ ക്ഷേമനിധിയിൽ 15 ലക്ഷത്തോളം തൊഴിലാളികൾ അംഗങ്ങളായി ചേരും എന്നുള്ളതായിരുന്നു. പ്രിയമുള്ളവരെ, ആ അംഗസംഖ്യ ഇന്നും പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൃഷ്ണൻ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് കേരള സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ പി.വി. കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ എം. മനോഹരൻ സ്വാഗതം പറഞ്ഞു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുത്തു. കൂട്ടായ പരിശ്രമത്തിലൂടെയും അധ്വാനത്തിലൂടെയും വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മേളയൊരുക്കി പനയാൽ സർവീസ് സഹകരണ ബാങ്ക് ഫാർമേഴ്സ് സർവീസ് സെന്റർ മാതൃകയായി. സഹകരണ മേഖലയുടെ സഹകരണത്തോടെ ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തീർത്തിരിക്കുകയാണ് പനയാൽ സർവീസ് സഹകരണ ബാങ്കും ഫാർമേഴ്സ് സർവീസ് സെന്ററിന്റെയും പ്രവർത്തകർ. ജില്ലാതല ജൈവ പച്ചക്കറി വിൽപ്പന മേളയും ഓണച്ചന്തയും ഒരുക്കുകയുണ്ടായി. അതൊരുപക്ഷെ മാവേലിയുടെ ഭരണകാലത്താണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായി നമ്മളിപ്പോഴും അത് ആഘോഷിച്ച് വരികയാണ്. അത്തരം നല്ല കാര്യങ്ങൾ നമ്മൾ എല്ലാ കാലഘട്ടങ്ങളിലും അംഗീകരിക്കുകയും അതിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ച്, സമൂഹത്തെ സംബന്ധിച്ചുള്ള നല്ലതിനോടുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമാക്കി നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുന്നു. അപ്പോൾ ആ നിലയിൽ ഓണത്തെ നമ്മൾ വരവേൽക്കുന്നത്, അതിൻ്റെ സമൂഹത്തിന്റെ ആകെ ഒരു ഉത്സവം നിലയിൽ നമ്മളതിനെ വരവേൽക്കുന്നത് ഒരു അല്ലലില്ലാത്ത സമൂഹം, ആർക്കും പ്രയാസമില്ലാത്ത ഒരു സാമൂഹ്യ അവസ്ഥ വേണമെന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അല്ലലുകളിൽ വലിയ നിലയിലൊന്നും നമ്മുടെ ഇന്ത്യ ആകെ പരിശോധിച്ചാൽ അമ്പലത്തിന് അതിരുകളുണ്ട്. വിഷരഹിതമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വൻ തിരക്ക് അനുഭവപ്പെട്ടു. കെ കുഞ്ഞിരാമൻ MLA വിൽപ്പനമേള ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ അധ്യക്ഷനായി. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ P. വിജയൻ വൃക്ഷത്തൈ വിതരണം ചെയ്തു. അസിസ്റ്റന്റ് രജിസ്ട്രാർ സജീവ്, M. കരുണാകരൻ, ബാങ്ക് സെക്രട്ടറി ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. മന്ത്ര ബൗട്ടിക് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്തെ പെട്രോൾ പമ്പിന് സമീപത്താണ് മന്ത്ര ബൗട്ടിക് തുറന്നത്. ചുരിദാർ മെറ്റീരിയൽസ്, ലേഡീസ് ടോപ്സ്, ലേഡീസ് ഇന്നർവെയർ, മെറ്റേണിറ്റി വെയർസ്, ലെഗിൻസ്, ലേഡീസ് ഷേപ്പർ വെയർസ് തുടങ്ങിയവയുടെ വിപുലമായ കളക്ഷനുകൾ ഇവിടെ ലഭ്യമാണ്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ബേക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പട്രോൾ ലീഡേഴ്സ് ട്രെയിനിംഗ് ക്യാമ്പിന് തുടക്കമായി. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ബേക്കൽ ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പ് 24 വരെ നീണ്ടു നിൽക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ പഠന കാലഘട്ടങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾ അപൂർവമായി ലഭിക്കാറുണ്ടായിരുന്നു. ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ സമൂഹത്തിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്നൊക്കെ ലഭിക്കുന്നു. അതനുസരിച്ച് നമുക്ക് ഉയർന്ന് സമൂഹത്തിൽ അതിന് പ്രയോജനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിയണം. അത് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇത്തരം ഒരു സാഹചര്യം ഒരുക്കാൻ സമൂഹമോ രക്ഷിതാക്കളോ ഗവൺമെന്റ് തയ്യാറാകില്ല. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. PTA പ്രസിഡന്റ് VV സുകുമാരൻ അധ്യക്ഷനായി. AU കെ രവിവർമ്മൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അജയകുമാർ, സുജാത, മുഹമ്മദ് കുഞ്ഞി, P. ബാലകൃഷ്ണൻ, VK ഭാസ്കരൻ, MT മേഴ്സി, SS സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് ഭാരതി ഷേണായി സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ധീവരസഭയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് ധീവരസഭ ജനറൽ സെക്രട്ടറി വി. ദിനകരൻ. അവഗണിച്ചാൽ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും ധീവരസഭ. മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമായി സർക്കാരിന്റെ സഹായഹസ്തം. മണ്ണെണ്ണ വിതരണ പദ്ധതി ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ. ബാബു ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാനത്തെ ATM കവർച്ചകൾക്ക് ചുരുളഴിയുന്നു. കാസർഗോഡ് ഒരാൾ അറസ്റ്റിൽ. തൊഴിൽ ഉടമകളിൽ നിന്നും വിഹിതം പിരിച്ചെടുക്കാൻ നടപടി വേണം. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം വിരമ്പി. ആവേശത്തിമിർപ്പിൽ വനിതകളുടെ കായിക മത്സരങ്ങൾ. കുടുംബശ്രീ മിഷന്റെ 17ാം വാർഷികാഘോഷത്തിന് ഉജ്ജ്വല തുടക്കം. ട്രിപ്പ് മുടക്കം. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ വിജിലൻസ് റെയ്ഡ്. ഇക്ബാൽ ഹയർ സെക്കൻഡറിയിൽ ഓർമ്മ 2016 ഒരുക്കങ്ങൾ തുടങ്ങി. ലോഗോ പ്രകാശനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.